friends, welcome to Radwas recipes. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ പോപ്കോൺ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ പോപ്കോൺ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു മണിക്കൂർ മുന്നേ അത് വിനീഗറും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷമുള്ള ചിക്കനാണ്. ഈ ചിക്കനാണ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് പൊടിച്ചതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു എന്ന്. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ തന്നെ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട വലിയ മുട്ടയാണെങ്കിൽ ഒരു അര ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് 1 മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് കോട്ട് ചെയ്യണം. കോട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രോസ്റ്റ് പൗഡറാണ്. ഈ ബ്രോസ്റ്റ് പൗഡറിൻ്റെ പകരം മൈദപ്പൊടിയും കോൺഫ്ലവറും മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പീസ് എടുത്ത് കോട്ട് ചെയ്താലും മതി. ഞാൻ ബ്രോസ്റ്റ് പൗഡറിലാണ് ഇത് കോട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോ പീസും മൊത്തത്തിൽ ഈ പൊടിയിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കത് ഏകദേശം ഒരു ക്രിസ്പി ആയി വരുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 ഭാഗം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആകും നമ്മളെ ചിക്കൻ പോപ്കോൺ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇത് കോരി മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പും ആയിട്ടുണ്ട്. ഞാനത് 3 സ്റ്റെപ്പാക്കിയിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കുറഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, അതാണ് 3 സ്റ്റെപ്പാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 3 വട്ടാക്കിയിട്ട് ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പിൻ്റെ കൂടെ കേട്ടോ സെർവ് ചെയ്യണത്. മയണൈസ് ആണെങ്കിൽ മയണൈസും ഇതിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഞാൻ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ
ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.